The World Around Us Workbook, page number 12, worksheet 7. Can you guess who am I? ഞാൻ ആരാണെന്ന് ഊഹിച്ച് പറയാൻ കഴിയുമോ? ക്ലൂ തരാം. ഫസ്റ്റ് വൺ, I am a flower. I am a flower. ഞാനൊരു പൂവാണ്. My color is rose. എൻ്റെ കളർ റോസാണ്. My name begins with R. എൻ്റെ പേര് ആരംഭിക്കുന്ന ലെറ്റർ R ആണ്. Who am I? ഞാൻ ആരാണ്? സെക്കൻഡ് വൺ, I am a bird. ഞാനൊരു പക്ഷിയാണ്. My color is green. എൻ്റെ കളർ പച്ചയാണ്. My first letter is P. എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ P ആണ്. Who am I? ഞാൻ ആരാണ്? നിങ്ങൾക്കറിയില്ലേ പച്ച കളറുള്ള ബേർഡിനെ? അറിയാം. ഓക്കെ, കണ്ടെത്താം. തേർഡ് വൺ, I am a fruit. ഞാനൊരു പഴമാണ്. My color is yellow. എൻ്റെ കളർ യെല്ലോയാണ്, മഞ്ഞയാണ്. My first letter is L. എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ അക്ഷരം L ആണ്. Who am I? ഞാൻ ആരാണ്? യെല്ലോ കളർ പറയുമ്പോൾ നമ്മൾ മാംഗോ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ മൈ ഫസ്റ്റ് ലെറ്റർ ഈസ് L. L കൂട്ടി വരുന്ന ഫ്രൂട്ട് ഏതാണ്? നമ്മളതിന് സാധാരണ പഴം എന്ന് പറയില്ല, എങ്കിലും അതൊരു പഴവർഗ്ഗത്തിൽ പെടുന്നതാണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് L. ഓക്കെ, മൂന്നിൻ്റെയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞോ? ഫസ്റ്റിൻ്റെ ഉത്തരം, ഒന്നാമത്തേൻ്റെ ഉത്തരം എസ്, റോസ്. റോസപ്പൂ അല്ലേ? സെക്കൻഡ് വൺ, എസ്, പാരറ്റ്. ഗുഡ്, പാരറ്റ്. തേർഡ് വൺ, ലെമൺ. തേർഡ് വൺ, ലെമൺ. ഓക്കെ, എല്ലാവരുടെയും ഉത്തരം ശരിയായിരുന്നോ? ഓക്കെ. വർക്ക്ഷീറ്റ് 8. ലെറ്റ്സ് ഡിസ്ക്രൈബ് ദ ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിനെ ഒന്ന് വിവരിക്കാൻ, ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ എന്താണ്? യെസ്, റോസ്. നമുക്കവിടെ തന്നിട്ടുണ്ട് എങ്ങനെ റോസ് പൂവിനെ അവിടെ വിവരിക്കാം, ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ദിസ് ഈസ് എ റോസ്. ഇതൊരു റോസാണ്. അതിനടുത്ത ഇച്ചിരി വിവരിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റെഡ് റോസ്. ഇത് ചുവന്ന റോസാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റെഡ് റോസ്. ഇത് മനോഹരമായ റെഡ് റോസാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ബ്യൂട്ടിഫുൾ റെഡ് റോസ്. ഇത് ചെറിയ മനോഹരമായ ചുവന്ന നിറത്തിലുള്ള റോസാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ സൺഫ്ലവറിനെ നമുക്ക് എഴുതണം. അപ്പോൾ സൺഫ്ലവറിനെ ആദ്യം നമ്മൾ എന്തെഴുതും?
ഇത് സൺഫ്ലവർ ആണ്. എങ്ങനെ നമ്മൾ എഴുതും? ദിസ് ഈസ് എ സൺഫ്ലവർ. ദിസ് ഈസ് എ സൺഫ്ലവർ. ഇത് യെല്ലോ നിറത്തിലുള്ള സൺഫ്ലവർ ആണെന്ന് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ യെല്ലോ സൺഫ്ലവർ. ഇറ്റ് ഈസ് എ യെല്ലോ സൺഫ്ലവർ. ഇത് മനോഹരമായ യെല്ലോ സൺഫ്ലവർ ആണെന്ന് എങ്ങനെ നമുക്ക് എഴുതാം? മനോഹരമായ വാക്കെന്താ? ബ്യൂട്ടിഫുൾ. എന്തെഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ യെല്ലോ സൺഫ്ലവർ. ഇച്ചിരൂടെ വിശദമായിട്ട് ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെഴുതാം? ഇത് ബിഗ് ആണോ സ്മോൾ ആണോ? സൺഫ്ലവർ ഈസ് ബിഗ്. ഇറ്റ് ഈസ് എ ബിഗ് ബ്യൂട്ടിഫുൾ യെല്ലോ സൺഫ്ലവർ. ഇറ്റ് ഈസ് എ ബിഗ് ബ്യൂട്ടിഫുൾ യെല്ലോ സൺഫ്ലവർ. നിങ്ങളുടെ വർക്ക് ബുക്കിൽ ഉത്തരം എഴുതാമല്ലോ അല്ലേ? നോട്ട്ബുക്കിലും എഴുതണം. ഓക്കെ. ഒരെണ്ണം നമുക്ക് തന്നെ ചെയ്താലോ? ലില്ലി ഫ്ലവർ. ലില്ലി ഫ്ലവർ. ലില്ലി ഫ്ലവറിൻ്റെ കളർ എന്താണ്? വൈറ്റ്. ലില്ലി ഫ്ലവർ ബിഗ് ആണോ സ്മോൾ ആണോ? സ്മോൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരെണ്ണം എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പോൾ എല്ലാവരും വർക്ക്ഷീറ്റ് 7ഉം 8ഉം കംപ്ലീറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.